സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസിൽ ആഭ്യന്തര കലഹം രൂക്ഷം. തിരുവനന്തപുരം നഗരസഭയിൽ കൂടുതൽ റിബൽ സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നു. മണ്ണന്തലയിലും യൂത്ത് കോൺഗ്രസ് നേതാവ് റിബൽ സ്ഥാനാർത്ഥിയായി. മഹിളാ കോൺഗ്രസ് നേതാവിനെ തഴഞ്ഞതിൽ പ്രതിഷേധിച്ച് വലിയ വിളയിൽ മണ്ഡലം പ്രസിഡന്റ് അടക്കം മുഴുവൻ ഭാരവാഹികളും രാജിവെച്ചു. നിർബൻ ചേരുകയാണ്. നിർബൻ, ഇതിപ്പോൾ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് ഒരു പ്രയോഗമുണ്ട്. മുൻകൈ കിട്ടാൻ വേണ്ടി ആദ്യം സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിച്ചു. ഇതിപ്പോൾ സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിച്ചതിന് പുറമെ പിറകെ അടി തുടങ്ങിയതാണ്. പൊരിഞ്ഞ അടിയാണ്. ഇപ്പോൾ ഇനി കുറേ പേര് പാർട്ടി വിടുന്ന ലക്ഷണം വരുന്നു. മണക്കാട് സുരേഷിൻ്റെ പ്രതിഷേധം നമ്മൾ കണ്ടു. ആകപ്പാടെ പെട്ട അവസ്ഥയിലാണോ ഇപ്പോൾ കോൺഗ്രസ്? ഷമ്മി, നമ്മൾ തുടക്കം മുതൽ പറയുന്നത് പോലെ ആദ്യഘട്ടത്തിൽ ഈ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നു. രണ്ടാം ഘട്ടത്തിൽ രണ്ടാമത്തെ വാർഡുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നു. ഇനി ഇത്തവണ വലിയ തരത്തിലുള്ള മത്സരം വരുമെന്ന് കെ മുരളീധരൻ പറയുന്നു. അദ്ദേഹം തന്നെ നേതൃത്വത്തിൽ ജാഥ നടത്തുന്നു, പ്രയാണ ജാഥ നടത്തി. അതൊക്കെ നടത്തി അവർ പ്രഖ്യാപിച്ചതുപോലെയല്ല കാര്യങ്ങൾ. കാരണം താഴെത്തട്ടിൽ ഈ പ്രഖ്യാപനം വന്നപ്പോൾ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥികളെന്ന ആരോപണം ശരിവയ്ക്കുന്നതാണ്. തുടരെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ മണ്ഡലം പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒപ്പം തന്നെ വാർഡ് ബൂത്ത് കമ്മിറ്റി ഭാരവാഹികളടക്കം രാജിവെക്കുന്നു. പലയിടത്തും റിബൽ സ്ഥാനാർത്ഥികൾ വരുന്നു. ഒരിടത്ത് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഷമ്മി സൂചിപ്പിച്ചതുപോലെ നേമം ഡിവിഷനെ സംബന്ധിച്ചുള്ള തർക്കത്തിലാണ് KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മണക്കാട് സുരേഷ് തന്നെ അദ്ദേഹത്തിൻ്റെ കോർ കമ്മിറ്റി ചെയർമാൻ പദവി രാജിവെച്ച് പ്രതിഷേധം അറിയിച്ചത്. തുടർന്നാണ് ദീപാദാസ് മുൻഷി എന്ന AICCയുടെ ജനറൽ സെക്രട്ടറിക്കടക്കം നേരിട്ട് അവരുമായി കൂടിക്കാഴ്ച നടത്തി പ്രശ്നം പരിഹരിക്കേണ്ടി വന്നു. തൽക്കാലത്തേക്ക് ആ വിഷയം അവിടെ അവസാനിച്ചെങ്കിലും പ്രാദേശികമായ ഉള്ള എതിർപ്പ് ഇപ്പോഴും നേമം ഷജീറിനെതിരെ നേമത്ത് തുടരുകയാണ്. ഒപ്പമാണ് ഇന്ന് ഈ മണ്ണന്തല സീറ്റിനെ ചൊല്ലിയുള്ള തർക്കമുണ്ടായിരുന്നു. മണ്ണന്തലയിൽ വലിയ അതിരൂക്ഷമായ പ്രശ്നമാണ്. അവിടെ ഏകദേശം 30 വർഷക്കാലമായി രാജേന്ദ്രബാബുവും ഭാര്യ വനജയും മാറി മത്സരിക്കുകയും രണ്ടുപേരും തോൽക്കുകയും രണ്ടുപേരും ജയിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. മറ്റൊരാളെയും കുടുംബത്തിൽ മാത്രം സീറ്റ് നിലനിർത്തി മറ്റൊരാളെയും പരിഗണിക്കാത്ത അവസ്ഥയുണ്ട്. അങ്ങനെ യുവ പ്രാതിനിധ്യം നൽകണമെന്ന തരത്തിൽ വലിയ തർക്കമുണ്ടായി. അവിടുത്തെ വാർഡ് പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഷിജിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ മത്സരരംഗത്തേക്ക് വന്നത്. ഷിജിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. അദ്ദേഹം പ്രചരണവും ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പുഞ്ചക്കരിയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നു. മഹിളാ കോൺഗ്രസിൻ്റെ മുൻ നേതാവാണ്, ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. എല്ലായിടത്തും മത്സരമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ വിളയിലുണ്ടായതാണ്. വലിയ വിളയിൽ അവർ പറയുന്നതിൽ ന്യായമുണ്ട്. കാരണം അവിടുത്തെ മണ്ഡലം കമ്മിറ്റി ഐകകണ്ഠേന കൂടി തീരുമാനിച്ചത് R ബിന്ദുവിൻ്റെ പേരാണ്. അവർ വട്ടിയൂർക്കാവ് യൂത്ത് മഹിളാ കോൺഗ്രസിൻ്റെ വട്ടിയൂർക്കാവിലെ ബ്ലോക്ക് പ്രസിഡൻ്റാണ്. അവരെ മത്സരിപ്പിക്കണമെന്ന് പാർട്ടി അവിടുത്തെ സംഘടന തീരുമാനിക്കുന്നു. മണ്ഡലം പ്രസിഡൻ്റ് അടക്കം അങ്ങനെയുള്ള നിർദ്ദേശം കോർ കമ്മിറ്റിക്ക് നൽകുന്നു. ആ കോർ കമ്മിറ്റി നിർദ്ദേശം പൂർണ്ണമായി കെ മുരളീധരൻ അധ്യക്ഷനായ കമ്മിറ്റി തള്ളിക്കളയുകയും പകരം മോഹനൻ തമ്പി എന്ന DCC ഭാരവാഹി അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫ്ലക്സൊക്കെ വെച്ച് പ്രചരണം ആരംഭിച്ചു. അതിനിടയ്ക്ക് മണ്ഡലം പ്രസിഡന്റ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് പൂട്ടി വീട്ടിലേക്ക് പോയി. അതിൻ്റെ പൂട്ടടക്കം അടിച്ച് പൊട്ടിച്ചാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി. നിർബനിലേക്ക് വരാം.